Welcome to GeoIS Current Affairs Top Line. GeoIS has launched PCM batch targeting Civil Service Examination 2027 only for ₹1,000 per month. 2 yearsന് വൺ ടൈം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് 5,000 രൂപയ്ക്ക് 2 വർഷത്തെ ക്ലാസ്സും സബ്സ്ക്രിപ്ഷൻസും ലഭിക്കുന്നതായിരിക്കും. So join now for quality classes at affordable rates. So we shall start our class with El Nino and La Nina. എന്താണ് El Nino and La Nina? What is its effect on Indian monsoon? അതാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. So this is the different tropical zones and different pressure zones of earth. ഇത് എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? Because of unequal heating of earth, അല്ലെ ഇക്വറ്റോറിയൽ റീജിയനിലാണ് സണ്ണിൻ്റെ റേസ് കൂടുതലായിട്ടും 365 ഡേയ്സും ഡയറക്റ്റ് കിട്ടുന്നത്. ബട്ട് സബ് ട്രോപ്പിക്കൽ റീജിയൻസിലാണെങ്കിൽ ആ ഒരു സ്ലാൻഡിങ് റേസ് ആയിരിക്കും കൂടുതൽ കിട്ടുന്നത്. സോ കമ്പാരിറ്റീവ്ലി ഇക്വറ്റോറിയൽ റീജിയനിൽ ലോ പ്രഷറും സബ് ട്രോപ്പിക്കൽ റീജിയനിൽ ഹൈ പ്രഷറുമായിരിക്കും. ലോ പ്രഷർ മീൻസ് കമ്പാരിറ്റീവ്ലി വാം എയർ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഹൈ പ്രഷർ മീൻസ് കമ്പാരിറ്റീവ്ലി കൂൾ എയർ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിൻഡ് ബ്ലോസ് ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ. വിൻഡ് ബ്ലോസ് ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ റീജിയനിൽ നിന്നായിരിക്കും ഇക്വറ്റോറിയൽ റീജിയനിലേക്ക് വിൻഡ് ബ്ലോ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ നോർത്ത് ആൻഡ് സൗത്ത് റീജിയനിൽ നിന്ന് ഇക്വറ്റോറിയൽ റീജിയനിലേക്ക് വിൻഡ് ബ്ലോ ചെയ്യുന്നു. ഈ രണ്ട് വിൻഡും വന്ന് മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് ITCZ, ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. ഈ ഒരു സോൺ, ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ, നമ്മുടെ മൺസൂണിനെ വളരെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നതാണ്. So the important factors which affects Indian monsoons are ITCZ, El Nino La Nina, Indian Ocean Dipole, Tibetan Plateau heating, Mascarene high pressure and jet streams. അപ്പോൾ ഇന്ത്യൻ മൺസൂണിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ITCZ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ITCZ ഷിഫ്റ്റിംഗ് ആൻഡ് പൊസിഷനിങ് ഇസ് വെരി വെൽ ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യൻ മൺസൂൺ. ഇന്ത്യൻ മൺസൂൺ റെയിനിൻ്റെ തോതൊക്കെ നിശ്ചയിക്കുന്നത് ITCZൻ്റെ ഷിഫ്റ്റിങ്ങും പൊസിഷനും ഒക്കെയാണ്. ആസ് യു ക്യാൻ സീ, നമ്മുടെ ഇന്ത്യൻ മൺസൂൺ സമയത്ത് ITCZ ഇന്ത്യക്ക് മേലെ ആയിട്ടുള്ള പൊസിഷനിൽ ആണ് വരേണ്ടത്. ഇനി വിൻ്ററിലാണെങ്കിൽ ITCZൻ്റെ പൊസിഷൻ ഷിഫ്റ്റ് ആവും. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇന്ത്യൻ മൺസൂൺ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് കൊടുത്തേക്കുവാണ്. തെർമൽ കോൺട്രാസ്റ്റ്, നമ്മൾ ലാൻഡ് ബ്രീസും സീ ബ്രീസും പഠിച്ചിട്ടുണ്ട് അല്ലേ. ലാൻഡ് പെട്ടെന്ന് ചൂടാവും, സീ പതുക്കെ ചൂടാവുള്ളൂ. സ്ലോ ഹീറ്റിംഗ് ആണ് സീയുടെ മേലുള്ള എയർ. സോ വിൻഡ് ബ്ലോസ് ഫ്രം സീ ടു ലാൻഡ് ഡ്യൂറിങ് ഡേ ആൻഡ് രാത്രി സമയത്ത് ലാൻഡ് പെട്ടെന്ന് കൂളാവും, സീ പതുക്കെ, സീയുടെ മേലുള്ള എയറും സീ ടെമ്പറേച്ചറും പതുക്കെ താഴുള്ളൂ. സോ അറ്റ് നൈറ്റ് the breeze is occurring from where to where? From land to sea. എപ്പോഴും ഹൈ പ്രഷർ ടു ലോ പ്രഷർ ആണ് വിൻഡ് ബ്ലോ ചെയ്യുന്നത്. ദെൻ ITCZ. ഈ ITCZ ഒരു ലോ പ്രഷർ സോണാണ്. എപ്പോഴും ഓർക്കുക, ഇന്ത്യൻ മൺസൂൺ നന്നായിട്ട് ഒക്കർ ചെയ്യണമെങ്കിൽ സീയുടെ മേലെ ഹൈ പ്രഷറും ലാൻഡിന് മേലെ ലോ പ്രഷറും ആയിരിക്കണം. സോ ലാൻഡിന് മേലെയുള്ള ലോ പ്രഷറിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, ആ ലോ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ലോ പ്രഷർ കൂടുതലായിട്ടും ഒക്കർ ചെയ്യാനായിട്ടുള്ള ഫാക്ടേഴ്സാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ITCZ നമ്മുടെ ഇന്ത്യക്ക് മേലെ വരുമ്പോഴത്തേക്ക് ആ ലോ പ്രഷർ എന്നുള്ളത് എൻഹാൻസ് ചെയ്യപ്പെടും. കുറച്ചും കൂടെ ലോ പ്രഷർ ഉണ്ടാവുകയും കൂടുതൽ മൺസൂൺ വിൻഡ്സ് സീയിൽ നിന്നും ലാൻഡിലേക്ക് വരികയും നല്ല രീതിയിൽ മൺസൂൺ റെയിൻ കിട്ടുകയും ചെയ്യും. കാര്യം ഈ വിൻഡിനോടൊപ്പമാണ് വിൻഡ് ബെയറിംഗ് ക്ലൗഡ്സും വരുന്നത്. ഈ ക്ലൗഡ്സ് ആണ് നമുക്ക് മഴ തരുന്നത്. Next factor is Indian Ocean Dipole. A positive Indian Ocean Dipole, warmer Western Indian Ocean, strengthen the monsoon. നമുക്ക് പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ ഉണ്ടാകുമ്പോൾ മൺസൂൺ റെയിൻ കൂടുകയും നെഗറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മൺസൂൺ വീക്കെൻഡ് ആവുകയും ചെയ്യും. ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ, എൻസോ എന്നൊക്കെ പറയുന്നത് ഓഷ്യൻ സർഫസിലുള്ള ഫിനോമിനനാണ്. കാര്യം എപ്പോഴും ചിന്തിക്കുക, നമ്മുടെ ഇന്ത്യക്ക് മേളിലുള്ള ആ ഒരു എയർ കോളം ലോ പ്രഷറിലും സീക്ക് മേലെയുള്ള എയർ കോളം ഹൈ പ്രഷറിലും ആയിരിക്കണം. സോ നമ്മുടെ ഈ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഈ ഒരു പ്രഷർ വേരിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഫാക്ടേഴ്സ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഈ പ്രഷർ വേരിയേഷൻ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്ന തരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മൺസൂൺ റെയിനെ അഫക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ലാൻഡിലെ ലോ പ്രഷറിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കൂളായിട്ടുള്ള ഒരു എയർ കോളം വരികയോ കൂളായിട്ടൊരു വാട്ടർ കോളം ഓഷനിൽ അവിടെ ഉണ്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രഷർ വേരിയേഷൻ അല്ലെങ്കിൽ ഒരു പ്രഷർ ഡിഫറൻസിനെ അത് അഫക്റ്റ് ചെയ്യും. സോ ആ കടലിൽ നിന്നും കരയിലേക്ക് അടിക്കുന്ന വിൻഡിനെ അത് അഫക്റ്റ് ചെയ്യും. ആ വിൻഡ് കൊണ്ടുവരുന്ന ക്ലൗഡ്സിൻ്റെ എമൗണ്ടിനെ അത് അഫക്റ്റ് ചെയ്യും. ഈവൻച്വലി മൺസൂൺ റെയിനെ അഫക്റ്റ് ചെയ്യും. സിമ്പിളായിട്ട് ചിന്തിക്കുക, ഈ ലാൻഡിന് മേലെ ലോ പ്രഷർ ഉണ്ടായിരിക്കണം,
സിക്ക് മേലെ ഹൈ പ്രഷർ ഉണ്ടായിരിക്കണം. സോ ഓഷ്യൻ സർഫസിലോ എയർ സർഫസിലോ ഈ ഒരു ഇംബാലൻസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഫാക്ടേഴ്സ് വരികയാണെങ്കിൽ അത് മൺസൂൺ റെയിനെ അഫക്റ്റ് ചെയ്യും. അതർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ടിബറ്റൻ പ്ലേറ്റോയ്ക്ക് മേലെയും ലോ പ്രഷർ ഡെവലപ്പ് ചെയ്യണം. ഇൻറ്റൻസ് ഹീറ്റിംഗ് ആയിരിക്കും അല്ലേ സമ്മർ ടൈമിൽ, അപ്പോൾ അവിടെ ലോ പ്രഷർ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. മാസ്കരിൻ ഹൈ, ദ ഹൈ പ്രഷർ ഏരിയ ഈസ്റ്റ് ഓഫ് മെഡഗാസ്കർ, ദിസ് ഓൾസോ സീയിൽ ഈസ്റ്റ് ഓഫ് മെഡഗാസ്കറിൽ ഹൈ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നത് മാസ്കരിൻ ഹൈ. അതും ഞാൻ പറഞ്ഞു നമ്മുടെ ലാൻഡിൽ ലോ പ്രഷർ ആയിരിക്കണം, സീയിൽ ഹൈ പ്രഷർ ആയിരിക്കണം. സീയുടെ ഹൈ പ്രഷറിനെ എൻഹാൻസ് ചെയ്യുന്നതാണ് മാസ്കരിൻ ഹൈ. പിന്നെ സ്ട്രോങ് ജെറ്റ് സ്ട്രീംസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അത്ര ക്ലിയർ ആയിട്ട് സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ലെങ്കിൽ കൂടി ജെറ്റ് സ്ട്രീംസിൻ്റെ കാര്യവും പറയണം മൺസൂണിൻ്റെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറയുമ്പോൾ. So ENSO and Indian Ocean Dipole are major of an interacting ocean's atmosphere phenomena affecting global climate. അപ്പോൾ ഇതിനെ മൺസൂൺ ഉൾപ്പെടെയുള്ള ഗ്ലോബൽ ക്ലൈമറ്റിനെ ബാധിക്കുന്നത് എൻസോയും ഇന്ത്യൻ ഓഷ്യൻ ഡൈപ്പോളും ആണ്. എൻസോ ഇൻവോൾവ് സ്പെസിഫിക് ടെമ്പറേച്ചർ സ്വിങ്സ്. പസഫിക് ഓഷ്യനും ഇന്ത്യൻ ഓഷ്യൻ ലിങ്ക്ഡ് ആയിട്ടുള്ള ആ ഒരു സ്വിങ് ആണെങ്കിൽ, ടെമ്പറേച്ചർ സ്വിങ് ആണെങ്കിൽ, മാറ്റമാണെങ്കിൽ, വൈൽ ഇന്ത്യൻ ഓഷ്യൻ ഡൈപ്പോൾ സീസോ ഇൻ ഇന്ത്യൻ ഓഷ്യൻ, അത് പേര് തന്നെ ഉണ്ടല്ലോ ഇന്ത്യൻ ഓഷ്യൻ ഡൈപ്പോളാണ്. ഇന്ത്യൻ ഓഷ്യനിലുള്ള ആ ഒരു വാം വെസ്റ്റ് കോൾഡ് ഈസ്റ്റ് ആ ഒരു മാറ്റം, ഒരിടത്ത് കോൾഡ് ആണെങ്കിൽ ഒരിടത്ത് വാം, ഇതിൻ്റെ ഷിഫ്റ്റിംഗ്, ഇതാണ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപ്പോൾ. പോസിറ്റീവ് അയോഡി എന്ന് പറയുമ്പോഴത്തേക്കും ക്യാൻ ഓഫ്സെറ്റ് എൽനിനോസ് ഡ്രൈ ഇമ്പാക്റ്റ് ഓൺ ഇന്ത്യ. പോസിറ്റീവ് അയോഡി എന്ന് പറയുമ്പോഴത്തേക്കും എൽനിനോയെ ബാക്ക് ചെയ്യുന്നതാണ്. എൽനിനോ ഇന്ത്യക്ക് ഡ്രോട്ടാണ് കൊണ്ടുവരുന്നത്. ലാനിന എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യക്ക് നല്ലതാണ്. കുറച്ച് റെയിൻ ലൈക്ക് മൺസൂൺ റെയിൻ കൂടുന്നേ ഉള്ളൂ, പക്ഷേ ഫ്ലഡ് ലൈക്ക് കണ്ടീഷൻസ് കൊണ്ടുവരാം. എൽനിനോ ആണ് കൂടുതൽ അപകടകരം. കാര്യം സിവിയർ ഡ്രോട്ടിലേക്കും നമ്മുടെ കൃഷിനാശത്തിലേക്കും നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിയെ ബാധിക്കുന്ന രീതിയിലേക്കുമൊക്കെ എൽനിനോ കൊണ്ടുപോകാം. എന്താണ് എൽ നിനോ സത്തേൺ ഓസിലേഷൻ എന്ന് നോക്കുക. ഇതിന് 3 ഫേസ് ഉണ്ട്. ന്യൂട്രൽ ഫേസ് ഉണ്ട്. ന്യൂട്രൽ ഫേസ് ഇസ് നോർമൽ നാച്ചുറൽ ഒക്കറിങ് ഫിനോമിനൻ. വാം ഫേസ് ആണ് എൽ നിനോ ആൻഡ് കൂൾ ഫേസ് ആണ് ലാനിന. ഇത് ഒക്കറിങ് ഇറഗുലർലി എവറി 2-7 years, 2 to 7 വർഷത്തിലൊരിക്കലും സംഭവിക്കുന്ന പ്രതിഭാസമാണ്. എൽനിനോ ആണെങ്കിൽ ഡ്രോട്ട് ലൈക്ക് കണ്ടീഷനാണ് ഇന്ത്യക്ക് കൊണ്ടുവരുന്നത്. ലാനിന ആണെങ്കിൽ കുറച്ച് കൂടുതൽ മൺസൂൺ റെയിൻ ആണ്, പ്ലസ് ഫ്ലഡ് ലൈക്ക് കണ്ടീഷൻസും കൊണ്ടുവരാം. ഡ്യൂറിങ് എൽനിനോ ഡ്രോട്ട് ലൈക്ക് കണ്ടീഷൻസ് വരികയും ചെയ്യും. അതുപോലെ ഇന്തോനേഷ്യയ്ക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ നേരെ മറിച്ച് ഇറ്റ് ഇൻക്രീസ്ഡ് റെയിൻഫോൾ ഇൻ ഈസ്റ്റേൺ പസഫിക് ആൻഡ് അമേരിക്കാസ്. അമേരിക്കയിലും പസഫിക്കിലും ഈസ്റ്റേൺ പസഫിക്കിലും ഒക്കെ എൽനിനോ കാരണം കൂടിയ മഴയാണ് ഉണ്ടാവുന്നത്. ഇനി നേരെ ലാനിനെ ആണെങ്കിൽ ഇന്ത്യക്ക് നല്ലതാണ്, കുറച്ച് പോസിറ്റീവാണ്. കാര്യം കൂടുതൽ റെയിൻ കിട്ടും. സോ ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ എക്സ്പീരിയൻസ് മോർ റെയിൻ. നേരെ തിരിച്ച് ഈസ്റ്റേൺ പസഫിക്കിൽ ഡ്രോട്ട് ലൈക്ക് കണ്ടീഷൻസ് ആയിരിക്കും. എൽനിനോ ഫേസ് ഡ്രൈ ആണെന്ന് അറിയാലോ. അതിനോടൊപ്പം പോസിറ്റീവ് അയോഡി വരുമ്പോൾ ആ ഡ്രൈ ഫേസിനെ ഒന്ന് ഓഫ്സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ ആവറേജ് ടു ഗുഡ് റെയിൻഫോൾ നമുക്ക് ലഭിക്കാൻ എൽനിനോയോടൊപ്പം പോസിറ്റീവ് അയോഡി വരുമ്പോൾ സാധിക്കുന്നു. അയോഡിയെ ഇന്ത്യൻ നിനോ എന്നും അറിയപ്പെടുന്നു. കാര്യം ഒരു സ്മോൾ ഏരിയയിലാണ് ഈ ഒരു സർക്കുലേഷൻ നടക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ പോസിറ്റീവ് അയോഡി എൽനിനോയോടൊപ്പം, നെഗറ്റീവ് അയോഡി ലാനിനോയ്ക്കൊപ്പമാണ് കാണപ്പെടുന്നത്. ഈ റെഡ് ഫേസ് കാണിക്കുന്നത് വാം ഓഷ്യൻ കറൻസ് അല്ലെങ്കിൽ വാം ഓഷ്യൻ വാട്ടറാണ്. ഈ പറഞ്ഞതുപോലെ ഈ ഈസ്റ്റ് വേർഡ്സ് വാം റീജിയൻ വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. കാര്യം വിൻഡ് ബ്ലോസ് ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ അല്ലേ. അപ്പോൾ വാം വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും വാം വാട്ടർ പ്ലസ് വാം എയർ ഇൻ ദ അറ്റ്മോസ്ഫിയർ കോസസ് ദ വിൻഡ്സ് ടു ബ്ലോ ഫ്രം സീ ടു ലാൻഡ്. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ ഓസ്ട്രേലിയയുടെ ഈസ്റ്റേൺ കോസ്റ്റിലാണ് വാം വാട്ടർ ഡെവലപ്പ് ചെയ്യേണ്ടത്. പക്ഷേ എൽനിനോ ഫേസിൽ കണ്ടോ, ആ ഒരു വാം ഓഷ്യൻ വാട്ടർ ഗ്യാദർ ചെയ്യുന്ന എവിടെയാണ്? നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്കയുടെ വെസ്റ്റ് ഭാഗത്തായിട്ടാണ്. ഇക്വേറ്റർ ഭാഗത്തുള്ള ട്രേഡ് വിൻഡ്സ് സ്ട്രോങ് ആയതുകൊണ്ടാണ് നോർമൽ ഇയേഴ്സിൽ ആ ഒരു ഭാഗത്ത്, ഓസ്ട്രേലിയൻ ഭാഗത്ത്, ഇത്രയും വാം വാട്ടറിനെ ഗ്യാദർ ചെയ്യാൻ കൊണ്ടുവന്ന് സർക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ എൽനിനോ ഇയറിൽ ഈ വിൻഡ്സ് വീക്കനാവും. സോ സ്വാഭാവികമായിട്ടും ഈ വാം വാട്ടർ അമേരിക്കാസിൻ്റെ ആ ഒരു വെസ്റ്റേൺ റീജിയനിൽ ഗ്യാതേർഡ് ആവും. സോ അവിടെയാണ് ലോ പ്രഷർ എവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ആ ഭാഗത്തോട്ടാണ് വിൻഡ് ബ്ലോ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ആയിരിക്കും മഴ പെയ്യുന്നത്. മാത്രവുമല്ല വാം വാട്ടർ കളക്ട് ചെയ്യുന്ന റീജിയനിൽ കൺവെക്ഷൻ കൂടുതലായിരിക്കും. സോ കൺവെക്ഷണൽ റെയിൻഫോളും കൂടുതലായിരിക്കും. കൺവെക്ഷണൽ റെയിൻഫോൾ എന്ന് പറയുമ്പോൾ ചൂട് കൂടുന്നത് കൊണ്ട് വെള്ളം നീരാവിയാവുന്നത് കൂടി അങ്ങനെ റെയിൻ ബെയറിംഗ് ക്ലൗഡ്സ് ഫോം ചെയ്ത് അങ്ങനെ റെയിൻ ഉണ്ടാവുന്നതാണ് കൺവെക്ഷണൽ റെയിൻ. ഇനി ലാനിന ഫേസ് കണ്ടോ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. എവിടെയാണ് വാം വാട്ടർ ഗ്യാദർ ചെയ്യുന്നത്? ഇന്ത്യൻ ഓഷ്യൻ്റെ ആ ഒരു ഭാഗത്ത്, ഈസ്റ്റേൺ ഭാഗത്തായിട്ട്, ഓസ്ട്രേലിയൻ കോസ്റ്റിലായിട്ടാണ് ഈ ഒരു വാം വാട്ടർ ഗ്യാദർ ചെയ്യുന്നത്. എഗെയിൻ അവിടെ ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇന്ത്യക്കും ലോ പ്രഷറാണ് ആവശ്യം. ITCZ എല്ലാം ലോ പ്രഷറിനെ പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നതാണ്. സോ ഇതും പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. സോ ഇന്ത്യക്കും ഇന്തോനേഷ്യൻ ഭാഗത്തൊക്കെ കൂടുതൽ മഴ ലഭിക്കും.
സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ മീറ്റ് ചെയ്യാം. ബൈ.